ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ KGF ബൈക്ക് നമ്മളെ പഴയ വീട്ടിൽ വെച്ച് പോകുന്നതിന് 2-3 ദിവസം കഴിഞ്ഞിരിക്കണം. അപ്പം നമുക്കിപ്പോൾ കേസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. അപ്പം അങ്ങനെ കേൾക്കണം. അപ്പം നമുക്ക് എന്തായാലും ഇപ്പം വണ്ടി ഇറക്കാം. അന്ന് വീടിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിരുന്നു വണ്ടി. നമ്മൾ പോലീസ് കേസ് ആവാണ്ട് നമ്മളവിടുന്ന് അടിച്ച് മാറ്റി കൊടുങ്ങാണ്ട് എങ്ങനെ ഇറക്കാൻ പറ്റും എന്നൊക്കെ. അപ്പം നമ്മളിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്നത്. അപ്പം നമ്മൾ വണ്ടി ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. നമുക്ക് നേരെ പോയി നോക്കണ്ടല്ല, നമുക്ക് നേരെ ഉണ്ടെങ്കിൽ പോയി ഇറക്കാം. ഇവിടുന്ന് അടുത്ത് കൊണ്ടുപോകുന്നില്ല പ്രത്യേകിച്ച്. പക്ഷെ അപ്പോൾ നമ്മൾ നിർത്തിയിട്ട മാതിരി തന്നെ ഉണ്ട് വണ്ടിയും. അപ്പം നമുക്ക് നേരെ ഇവിടുന്ന് ഇറക്കിക്കാണ്ട് നമ്മൾ നേരെ താഴത്തേക്ക് ഇറക്കാം. ഇവിടുന്ന് ഇറക്കാൻ നല്ല ബുദ്ധിമുട്ട്, നമുക്ക് നേരെ താഴത്തേക്ക് ഇറക്കാം. നമ്മൾ താഴത്തേക്ക് തന്നെ ഇറക്കിയിരിക്കണം. നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടുപോകും. ഇനി കേസൊന്നും ഉണ്ടാവില്ല വിചാരിച്ചില്ല. അപ്പം 2-3 ദിവസം കഴിഞ്ഞില്ല, വലിയ കേൾക്കണില്ല. നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് നേരെ പോവാം. നമ്മൾ വീട്ടിലൊക്കെ എത്തിക്കണം. നമുക്ക് നേരെ ഇവിടെ നിർത്തിടാം. ഇപ്പോൾ കുറച്ച് കാര്യത്തിൽ നമ്മൾ ജിമ്മിനൊന്നും പോകാല്ല. അപ്പോൾ ബോഡി നല്ലതുണ്ട്. അപ്പം നമുക്ക് നേരെ ഇന്ന് ജിമ്മിന് പോകാം. വണ്ടി ഇത് അടിപൊളിയാക്കി വേണം വന്നിട്ടുണ്ട്. അപ്പം എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇവിടുത്തെ വീഡിയോകൾ കണ്ടിട്ട് ഞാൻ ബട്ടണിലെ വീഡിയോ കൊടുക്കാം. അപ്പോൾ അത് നേരെ പോയി കാണാം. അപ്പോൾ നമുക്ക് നേരെ ജിമ്മിന് പോകാം. അപ്പം ജിമ്മിനൊക്കെ പോയിട്ട് കുറേ കാലം എന്നൊക്കെ ഓർമ്മയില്ല. നമ്മളെ കോളേജിൽ പോകണം അന്ന് ജിമ്മിന് പോരാൻ തുടങ്ങി. നമുക്ക് നേരെ ഒന്നും കിട്ടാനില്ല. അതുപോലെ നമ്മൾ ജിമ്മിനും പോകാനില്ല. നമുക്ക് നേരെ ജിമ്മിൻ്റെ അവിടെ എത്തിക്കണം. നമുക്ക് നേരെ ജിമ്മിന് പോവാം. അപ്പം നമുക്ക് നേരെ ജിമ്മ് കഴിഞ്ഞിട്ട് കാണാം. അതിനുശേഷം അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല വർക്കൗട്ടൊക്കെ ചെയ്തു. കുറേ കാലത്തിന് ശേഷം വർക്കൗട്ട് ചെയ്തിട്ട് ബോഡിയൊക്കെ നല്ല പെയിനിൻ്റെ. പക്ഷേ ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ഇനി ഇന്ന് മുതൽ വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. നേരം കിട്ടാത്തതുകൊണ്ടാണ് വർക്കൗട്ട് ചെയ്യാത്തത്. ഇപ്പോൾ കുറച്ച് നേരത്തിന് കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് നേരെ ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഡ്രസ്സ് മാറാം. നമ്മളിപ്പം ഡ്രസ്സ് മാറാം. നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിൽ ചാടാം. പക്ഷേ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടിക്കണേ. അപ്പം നമുക്ക് നേരെ നീന്തൽ തുടങ്ങാം. പക്ഷേ നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചാനൽ സബ്സ്ക്രൈബ് മെസ്സിയുടെ ചാനൽ ലൈക്കും ചെയ്യാം. അപ്പോൾ ഈ 3 രാജാക്കന്മാർ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം താഴെ കമൻറ്റ് ചെയ്യാം. പക്ഷേ സ്വിമ്മിംഗ് പൂളിലൊക്കെ നമ്മൾ കയറി നമുക്ക് നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. പക്ഷെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഉള്ളു. അമ്പത് ഇവിടുന്ന് നോക്കി തന്നെ ലുക്ക് അടിപൊളിയാണ്. KGFിൻ്റെ ബൈക്ക് അടിപൊളിയാണ്. നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മളെ ബോസ് വിളിച്ചാണ് ബിൽഡിംഗ് ഒക്കെ വരാൻ പറഞ്ഞാണ്. എന്താണെന്നും എനിക്കറിയില്ല. നമ്മളോട് പെട്ടെന്ന് വിളിച്ചാണ് ബിൽഡിംഗ് ഒക്കെ വരാൻ. അപ്പോൾ നമ്മളൊന്നും നോക്കില്ല. നമ്മുടെ അടുത്തുള്ള ബൈക്ക് ഇപ്പം തന്നെയാണ്. ആ കുറച്ച് ബൈക്കൊക്കെ ഉണ്ട്, അവിടെ ഇല്ല എന്നുള്ളൂ. അപ്പം നമുക്ക് KGFിൻ്റെ ബൈക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല തോന്നുന്നുണ്ട്. ഇതായിട്ട് ഇറങ്ങിയ കാര്യം കണ്ടാൽ പിടിച്ചോന്നൊന്നും എനിക്കറിയില്ല. നമ്മളിങ്ങനെ ബോസിൻ്റെ ബിൽഡിങ്ങിൽ എത്തിക്കണ്. എന്താ കാര്യം നമുക്ക് അന്വേഷിച്ച് നോക്കാം. വേറെ എന്തെങ്കിലും കാര്യം നമുക്ക് നോക്കാം. ബോസിനോട് ചോദിച്ചു നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ബോസ് നല്ലൊരു പണി നമുക്ക് തന്നു. എന്താ വെച്ചാൽ നമ്മളെ ഒരു ബാങ്കിൻ്റെ റോബറി ചെയ്യാൻ പറഞ്ഞു. കുറച്ച് ക്യാഷ് തരാം, നമ്മൾ ഈ വണ്ടിയായിട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഈ വണ്ടി ഇപ്പോൾ കുറച്ച് കുഴപ്പമുള്ള വണ്ടിയാണ്. എന്താ വെച്ചാൽ ആരെങ്കിലും കണ്ടാൽ നമ്മളിപ്പോൾ അടിച്ചു മാറ്റിയ അവിടുത്തെ ബാങ്ക് റോബറി ചെയ്യാൻ പോണത്. അപ്പം അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ അവിടുന്ന് ആരെയും കണ്ടാവുമായിരിക്കും, മനസ്സിലാവിച്ചിട്ട് കളറൊക്കെ മാറ്റിയിട്ട് വെച്ചാലും നമ്മൾ ഏകദേശം ഇവിടെ എത്തി. അപ്പം നമ്മൾ അവിടുന്നാണ് അടിച്ച് മാറ്റിയത്. അപ്പം ആ വീഡിയോ കാണാത്തോലും അടിയിലെ ലിങ്ക് കൊടുക്കാം. അപ്പം അത് പോയി കാണാം. അങ്ങനെ നമ്മൾ ഗണ്ണൊക്കെ എടുത്തുക, എന്തെങ്കിലും പ്രശ്നമുണ്ട് ഭാഗത്തിന് പേടിച്ച് കൊല്ലാം. നമുക്ക് നേരെ ബാങ്ക് റോബറി ചെയ്യാം. അങ്ങനെ ബാങ്ക് റോബറി ചെയ്യുന്ന പോലെ പോലീസിനൊക്കെ വിളിച്ച് എത്തിക്കുന്നത്. അപ്പോൾ അത് കുറേ പോലീസുകാരൊക്കെ വന്നിട്ട് 2 സ്റ്റാർ നമുക്ക് കിട്ടി. നമുക്ക് നേരെ ബൈക്ക് എടുത്ത് പോവാം. നമ്മൾ ഈ ഇതിലൊക്കെ പൈസ ഫുള്ള് നിറച്ചത്. നമുക്ക് അങ്ങനെ ഇവിടുന്ന് എസ്കേപ്പാണ്. ഫുള്ളും പോലീസുകാരാണ്, ബാക്കിലും ഒക്കെ പോലീസുകാരാണ്. പക്ഷെ നമ്മളെ മേൽ കൂടെ കയറ്റിക്കൊണ്ട് നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് പക്ഷേ നമുക്കൊന്നും പറ്റിയൊന്നും ഞാൻ എന്തെങ്കിലും ആവുന്നു. പക്ഷെ നമുക്ക് ഇവിടെ ഫുള്ളും പോലീസുകാരെ ബാക്കിലും. പക്ഷെ മുന്നിൽ പോലീസുകാരൊന്നും കാണുന്നില്ല. പക്ഷെ മുന്നിൽ കാണുന്നതാണ്. അപ്പോൾ മുന്നിൽ തന്നെ പോലീസുകാരുണ്ട്. പക്ഷെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടി അറിയാം, ബാക്കിൽ ഫുള്ളും പോലീസുകാരെ. നമ്മളെ ബാങ്ക് റോബറി ചെയ്തിട്ടേക്കാരം ഇത്രത്തോളം പോലീസ്. ഇതൊന്നും പോയിട്ടൊന്നുമില്ല, എന്താണെന്നൊന്നും അറിയില്ല. പോകണില്ല, നമ്മളെ ബാക്കിൽ തന്നെ ഉണ്ട്. നമ്മളെ ഓർക്ക് പോകാനും പറ്റൂല. നമ്മൾ പോയാൽ നമ്മളെ തേടി പിടിച്ച് വരും. നമ്മളിത് അങ്ങനെ ജുറാസ് പാർക്കിൻ്റെ മുന്നിൽ എത്തി. നമ്മളൊരു പോലീസുകാർ മാത്രമേ ഉള്ളൂ. നമ്മളെത്തി നമുക്ക് എന്തായാലും വെടിവെച്ച് കാക്കാം. പക്ഷേ ഈ പോലീസുകാരും കൂടെ പോയാൽ നമ്മളെ പോലീസുകാർ പോരാച്ചിന് പേടിച്ചിട്ട് ഒന്നും സംഭവിക്കുക. നമുക്ക് ഗണ്ണ് മാറ്റിയാണ്, അടിപൊളി ഗണ്ണൊക്കെയാണ്. ഒറ്റ പിടിയും വണ്ടി ഒന്ന് പൊട്ടിത്തെറിച്ചാൽ. പക്ഷേ അങ്ങനെ വണ്ടിയൊക്കെ പൊട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മളെ വണ്ടി എടുത്താണ് നമുക്ക് ബോസിൻ്റെ അടുത്ത് പോയത് കൊണ്ടുപോയി കൊടുക്കാം. കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ ഉണ്ട് തരും. അപ്പം നമ്മൾ റോബറിയൊക്കെ ചെയ്ത് അടിപൊളിയാക്കിയിരുന്നു. പക്ഷേ പോലീസുകാരെ വിളിച്ചാണ് കുഴപ്പമായത്. നമുക്ക് നേരെ ബോസിൻ്റെ അടുത്ത് എത്തി. നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടി കണ്ട് ഉള്ളിക്കാക്കി നിർത്തിയിട്ട് ഇത് കണ്ടാൽ പോലീസുകാരെ അഥവേ നീ എടുക്ക് വരുമോ അത് ഉള്ളിക്കാക്കി നിർത്തിയിട്ട് നമുക്ക് നേരെ ബോസിനെ കൊണ്ടുപോയി കൊടുക്കാം. എങ്ങനെയൊക്കെയാ പോലീസുകാരുടെ അടുത്ത് കഴിച്ചിലായിരിക്കണം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നേരെ ഇനി ബോസിനെ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് നമ്മളെ വീട്ടിൽ പോകാം. ഈ ബൈക്ക് അവിടെ നിന്നാണ്ട് ആരും കണ്ടിട്ടില്ലാന്നാ തോന്നുന്നുണ്ട്. ഇനി എന്താണെന്ന് പറഞ്ഞാൽ നേരെ ബോസിനെ കൊണ്ടുപോയി കൊടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വരാം.
അതിനുശേഷം ബോസിനൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അപ്പൊ നമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞു നടന്ന കാര്യം പോലീസുകാർ വന്നതാണ് കുറച്ച് ലേറ്റ് ആണെന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും പറയണൊന്നുമില്ല, നമ്മളെ കാര്യം പറഞ്ഞു. അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ കഴിഞ്ഞ് നമുക്ക് പ്രശ്നം നമുക്ക് ഈ ബൈക്ക് സിറ്റിയിലൊക്കെ നമുക്ക് ഓടിച്ച് നടത്താം. പക്ഷെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിക്കണം. അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മള് ചെറിയ റോബറി ചെയ്ത് അപ്പം അപ്പൊ നിങ്ങൾക്ക് കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് നടത്തും. നല്ലൊരു വീഡിയോ കാണാൻ. അപ്പൊ ഈ വീഡിയോ എല്ലാവരും നോക്കി കണ്ടോളി.